അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. സൂറത്തുൽ മാഇദയിലെ 55-56 ആയത്തുകളാണ് ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. യഹൂദികളെയും അവരോട് അനുഭാവം പുലർത്തുന്നവരെയും നിശിതമായി വിമർശിച്ചതിനു ശേഷം സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ ആയത്തുകൾ സംസാരിക്കുന്നത്. സത്യവിശ്വാസികളെ, നിങ്ങളുടെ യഥാർത്ഥ രക്ഷാകർത്താക്കൾ എന്ന് പറയുന്നത് അള്ളാഹുവും അവൻ്റെ പ്രവാചകരുമാണ്. അവരോടാണ് നിങ്ങൾ അനുഭാവം പുലർത്തേണ്ടത്, അവരെയാണ് നിങ്ങൾ അനുസരിക്കേണ്ടത് എന്നാണ് അള്ളാഹുവിൻ്റെ ആവശ്യപ്പെടൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമാ വലിയ്യുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു അല്ലദീന യുഖീമൂന സ്വലാത്ത വയുഅ്തൂന സകാത്ത വഹും റാക്കിഊൻ. നിങ്ങളുടെ രക്ഷാകർത്താവ് എന്ന് പറയുന്നത് അള്ളാഹുവാണ്, അവൻ്റെ ദൂതനാണ്, പിന്നെ സത്യവിശ്വാസികളുമാണ്. നിങ്ങൾ പരസ്പരമാണ് സ്നേഹം പുലർത്തേണ്ടത്, രക്ഷാകർത്തൃത്വം പുലർത്തേണ്ടത്. എങ്ങനെയുള്ള സത്യവിശ്വാസികൾ എന്നറിയുമോ? സാധാരണ സത്യവിശ്വാസികളല്ല. അവർ നിസ്കാരം നിലനിർത്തുന്നവരാണ്. റുക്കൂ ചെയ്യുമ്പോൾ വരെ, അങ്ങനെ ഒരു അർത്ഥം ഇതിനുണ്ട്, റുക്കൂ ചെയ്യുമ്പോൾ വരെ സക്കാത്ത് കൊടുക്കുന്നവരാണ്. അവിടെ നമുക്ക് കുറച്ച് പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ അഖബൻ നഹിയ അൻ മുവാലാത്തി മൻ തജിബു മുആദാതുഹും ദിക്ര മൻ തജിബു മുവാലാതുഹും. അഖബ ശേഷം കൊണ്ടുവന്നു. എന്തിനു ശേഷം? അൻ നഹിയ അൻ മുവാലാത്തി മൻ തജിബു മുആദാതുഹും. ആരോടാണോ ശത്രുത പുലർത്തൽ നിർബന്ധമായത് അവരോട് അനുഭാവം പുലർത്തുന്നതിൻ്റെ നിരോധനത്തിനു ശേഷം. ആരോടാണോ ശത്രുത പുലർത്തേണ്ടത് അവരോട് അനുഭാവം പുലർത്തരുത് എന്ന് പറഞ്ഞതിനു ശേഷം എന്തു കൊണ്ടുവന്നു? വിക്രമൻ തജിബു മുവാലാത്തു. ആരോടാണ് അനുഭാവം പുലർത്തേണ്ടത് എന്ന്. അതാണല്ലോ ന്യായം. ആരോട് അനുഭാവം പുലർത്തരുത് എന്ന് പറഞ്ഞതിനു ശേഷം ആരോട് രക്ഷാകർത്തൃത്വം പുലർത്തണം എന്നാണ് അള്ളാഹു പറയുന്നത്. ഇന്നമാ വലിയ്യുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു. മഅന ഇന്നമ വുജൂബ് ഇഖ്തിസാസിൻ ബിൽ മുവാലാത്തി. അവിടെ ഇന്നമക്ക് ഹസ്റുണ്ട്, ഇഖ്തിസാസുണ്ട്. ഇവരോടേ പാടൂ, ഈ 3 വിഭാഗത്തോടെ പാടൂ. വിഭാഗമല്ല, 3 പേരോട്, അള്ളാഹ്, റസൂല്, സത്യവിശ്വാസികൾ. ഓക്കെ, അവിടെ ഇന്നമക്ക് ഒരു ഇഖ്തിസാസിൻ്റെ അർത്ഥമുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമുണ്ട് ഇവിടെ. ഫഇൻ കുൽത്ത ഖദ് ദുക്കിറത്ത് ജമാഅത്തുൻ. ഒരാളല്ല അല്ലേ, 3 പേരാണ് ഇപ്പോൾ പറഞ്ഞത്. സത്യവിശ്വാസികൾ ജംഇൻ്റെ സീഗയാണ്. അതിൻ്റെ പുറമെ റസൂലും ഉണ്ട്, അള്ളാഹും ഉണ്ട്. പക്ഷേ ഇന്നമ വലിയുക്കും എന്നാണ് പറഞ്ഞത്, ഇന്നമ ഔലിയാഉക്കും എന്നല്ല പറഞ്ഞത്. നിങ്ങളുടെ രക്ഷാകർത്താക്കൾ എന്നല്ല അല്ലേ പറയുന്നത്, നിങ്ങളുടെ രക്ഷാകർത്താവ് എന്നാണ്, മുഫ്രദിൻ്റെ സീഗയിലാണ് പറയുന്നത്. ഫഹല്ല കീല ഇന്നമ ഔലിയാഉക്കും എന്ന് പറഞ്ഞുകൂടായിരുന്നോ? കുൽത്തു. അതിനൊരു മറുപടി ഉണ്ട്. ഇത് വളരെ ശ്രദ്ധയോടെ കുറിപ്പായി മനസ്സിൽ സൂക്ഷിച്ചു വെക്കണം, എഴുതി വെക്കണം. ഇതാ പറയുന്നത് അസ്ലുൽ കലാമി. ഈ വർത്താനത്തിൻ്റെ ഒരു ഒറിജിനൽ എന്ന് പറയുന്നത്, ഈ വർത്താനത്തിൻ്റെ ശരി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇന്നമാ വലിയക്കുമുല്ലാഹു, നിങ്ങളുടെ യഥാർത്ഥ വലിയ അള്ളാഹുവാണ്. ഫജുഇലത്തിൽ വിലായത്തുലില്ലാഹി അലാ ത്വരീഖിൽ അസ്വാലത്തി. ഒറിജിനൽ വലിയ ആര്? അള്ളാഹു. അങ്ങോട്ടേ പോകുള്ളൂ. ഇനിയിപ്പോൾ റസൂലിനെ പിന്തുടർന്നാലും അതേപോലെ തന്നെ സത്യവിശ്വാസികളെ പിന്തുടർന്നാലും അതൊക്കെ പോകുന്ന ദ ഫോക്കൽ പോയിന്റ് ഈസ് അൽമൈറ്റി അള്ളാഹ്, പടച്ചോനാണ്. ഓക്കെ, അപ്പോൾ ത്വരീഖുൽ അസ്വാലത്തിലാണ് ഇന്നമാ വലിയുക്കെന്ന് പറഞ്ഞു. സുമ്മ നുളിമ ഫി സൽക്കി ഇസ്ബാത്തിഹാ ലഹു ഇസ്ബാത്തുഹാ ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇസ്ബാത്തിഹ, ആ വിലായത്തിനെ ഉണ്ടല്ലോ, ആ വിലായത്തിനെ അള്ളാഹുവിനെ സ്ഥിരപ്പെടുത്തി കൊടുക്കുന്ന ആ ശ്രേണിയിൽ, ആ ഒരു നിരയിൽ എന്തുകൂടിയാണ് ചേർത്തു? ഇസ്ബാത്തുഹാ ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിലായത്തിനെ റസൂലിനും കൂടിയാണ് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇസ്ബാത്തിഹ എന്ന് പറഞ്ഞ വിലായത്ത്, ലഹു എന്ന ആദ്യത്തെ ലഹു അള്ളാഹു, പിന്നെ ഇസ്ബാത്തുഹാ ലി റസൂല. അപ്പോൾ അള്ളാഹുവിനോട് വിലായത്ത് സ്ഥിരപ്പെടുത്തുന്ന ആ ശ്രേണിയിലേക്ക് റസൂലിനോടുള്ള വിലായത്തും കൂടി അങ്ങോട്ട് ചേർത്തു. വൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളുടെ അലാ സബീലി തബഈ, അതിൻ്റെ പിന്തുടർച്ച എന്നുള്ള രൂപത്തിൽ. അസ്വാലത്തെ തന്നെ, അസുല ഏതു തന്നെ, അള്ളാഹുവാണ് വലിയ, റസൂലും സത്യവിശ്വാസികളും അതിൻ്റെ ഒരു അനുധാവക രീതിയിലൂടെ. വലൗ ഖീല ഇന്നമാ ഔലിയാഉക്കുമുല്ലാഹു വറസൂലുഹു എന്നായിരുന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ഇത് കിട്ടൂല, ഈ ഒരു പോയിന്റ് കിട്ടൂല. അപ്പോൾ അള്ളാഹും അസ്ലായിരിക്കും, റസൂലും അസ്ലായിരിക്കും, മുഅ്മിനീങ്ങളും അസ്ലായിരിക്കും. അങ്ങനെ പാടില്ല. അള്ളാഹു അസ്ല്, റസൂലും സത്യവിശ്വാസികളും ആ ആ ദർജയിൽ വ്യത്യാസം ഉണ്ടാവും. റസൂല് വലിയ വിലായത്താണ്, അതിൻ്റെ ശേഷമുള്ളവരൊക്കെ അങ്ങനെ വിലായത്ത്. അപ്പോൾ ഇന്നമാ ഔലിയാഉക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ലം യകുൻ ഫിൽ കലാമി അസ്ലും വതബഉൻ, ആ കലാമിൽ നിന്ന് ഒരാൾ അസ്ലാണ് മറ്റൊരാൾക്ക് തബ ആണെന്ന് കിട്ടൂല.
അതിനാണ് ഇന്നമ വലിയക്കും എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്, വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. വഫി കിറാഅത്തി അബദില്ല, അബദില്ല എന്നിവരുടെ കിറാഅത്തിലുണ്ട് ഇന്നമ മൗലാക്കും എന്നുണ്ട്, ഒരു കിറാഅത്തുമായി. ഇന്ന് ലഫ്ലിയായ ചർച്ചയിലല്ല തുടങ്ങുന്നത്, ഇന്നിങ്ങനെ ഒരു ചർച്ചയിലാണ്. ഫൈൻ കുൽത്ത അല്ലദീന യുക്കീമുൻ, അടുത്തതാണ് സത്യവിശ്വാസികളെ വിശേഷിപ്പിക്കുന്നിടത്ത് ആദ്യം പറഞ്ഞ വർത്താനം അല്ലദീന യുക്കീമുന സ്വലാത്ത എന്നാണ്. അപ്പോൾ അല്ലദീന യുക്കീമുന എന്നുള്ളതിൻ്റെ ഏറാബിയായ മഹൽ എന്ത്? കുൽത്തു അറഫ് അലൽ ബദലി, അല്ലദീന ആമനു എന്നുള്ളതിൻ്റെ ബദലായിട്ട് വന്നതാണ്. ഓക്കെ, അപ്പോൾ സത്യവിശ്വാസികൾ അഥവാ ഇങ്ങനെ നിസ്കാരത്തെ നിലനിർത്തുന്നവർ, അല്ലെങ്കിൽ ഔ അലാ ഹുമുല്ലദീന യഖൂമൂനഹു, അല്ലെങ്കിൽ അവിടെ ഹുമുല്ലദീന യുഖീമൂന എന്ന് പറയും. അവിടെ വേറൊന്ന് സങ്കല്പിച്ചു കൊടുക്കുക. അല്ല ഹും എന്ന് പറഞ്ഞിട്ട് വേറൊന്ന് തുടങ്ങുകയാണ്. ഹും അല്ലദീന യുഖീമൂൻ എന്ന് പറഞ്ഞ് തുടങ്ങുക. അവിൻ നസ്ബു അലൽ മദഹി, അല്ലെങ്കിൽ മദഹിൻ്റെ രൂപത്തിൽ അതൊരു നസ്ബാക്കിയിട്ട്. ഓക്കെ, അംദഹു അല്ലദീന യുഖീമൂന. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കേട്ടോ. ഒന്ന് ബദലായിട്ട്, 2 ഹുമുല്ലദീന ഹും എന്നവിടെ നമ്മളൊന്ന് സങ്കല്പിച്ചിട്ട് ഹും അല്ലദീന യുഖീമൂന, ആരാണവർ എന്നുള്ളത്. അവിടെയും എന്താ ഒരു ബദലിൻ്റെ അർത്ഥം തന്നെ വരിക. പിന്നെ അല്ലെങ്കിൽ നസ്ബ്, മദഹിൻ്റെ സീഗയിൽ നസ്ബ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, എന്തിനപ്പോൾ ഇതിങ്ങനെ നീട്ടിയിട്ടൊക്കെ പറയുന്നത്? ഇന്നമാ ഔലിയാവുക്കും അല്ലാഹു റസൂലുഹു അല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ പോരെ, പിന്നെ എന്തിനാ അവരുടെ വിശേഷണം കൂട്ടുന്നത്? അല്ലദീന യുഖീമൂന സ്വലാത്ത എന്നൊക്കെ പറഞ്ഞിട്ട്. ഉറപ്പല്ലേ സത്യവിശ്വാസികളെ നിസ്കാരം നിലനിർത്തും എന്നുള്ളത്, പിന്നെ എന്തിനാ ഞാൻ പ്രത്യേകം പറയുന്നത്? വഫീഹി തമ്മീസുൻ, ആ അല്ലദീന യുഖീമൂന എന്നുള്ളതിൽ എന്തുണ്ട്, പിന്നെ അതിൻ്റെ ശേഷമുള്ളതിൽ എന്തുണ്ട്? ഒരു തമ്മീസ്, ഒരു വേർതിരിവുണ്ട്. എല്ലാ സത്യവിശ്വാസികളൊന്നും എന്തല്ല, വലിയല്ല, തമ്മിൽ രക്ഷാകർത്താക്കളാക്കാൻ യോഗ്യതയുള്ളവരല്ല. ആരിൽ നിന്നാണ് ഈ വേർതിരിവ് വരുത്തുന്നത്? മിനല്ലദീന ആമനു നിഫാഖ, കപടബോധത്തോടെ, കപടവിശ്വാസത്തോടെ സത്യവിശ്വാസികളായവർ. അവർ ശരിക്കും സത്യവിശ്വാസികളല്ല, ഞങ്ങൾ സത്യവിശ്വാസികളാണെന്ന് പറയുന്നു, പക്ഷെ അവരുടെ മനസ്സിനെ നയിക്കുന്നത് ആ ഒരു കപടത്വമാണ്, കാപട്യമാണ്. അല്ലെങ്കിൽ ഇനി കപടതയുള്ളവർ ആവണമെന്നുമില്ല, സത്യവിശ്വാസികൾ തന്നെയാണ്. അഥവാ വാത്താത്ത് കുലൂബുഹും അൽസിനത്തവും, അവരുടെ മനസ്സും അവരുടെ ഹൃദയവും നാവും പറയുന്നത് ഒന്നാണ്. അവരുടെ ഹൃദയം നാവിനോട് യോജിച്ചു, അഥവാ നാവും പറയുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, മനസ്സും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇല്ല അന്നഹും മുഫർരിത്തൂന ഫിൽ അമൽ, അവരത്ര എന്തല്ല, സത്യവിശ്വാസികൾ തന്നെയാണ്, നിസ്കരിക്കുന്നൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ചില നിർബന്ധമായ കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്ന സത്യവിശ്വാസികൾ ഉണ്ടാവുമല്ലോ, ഓലങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് യഥാർത്ഥ എല്ലാം കൃത്യമായി നിർവഹിക്കുന്ന സത്യവിശ്വാസികൾ, അതിലൊരു തമ്മീസ് ഉണ്ട്. ഒന്നുകിൽ ആരിൽ നിന്നാണ് തമ്മീസ് വരുത്തുന്നത്? കപടവിശ്വാസികളിൽ നിന്ന്. അല്ലെങ്കിൽ കൃത്യമായി സൽപ്രവർത്തനങ്ങളൊന്നും ചെയ്യാത്ത, അതിൽ വീഴ്ച വരുത്തുന്ന ആളുകളിൽ നിന്നാണ് ഈ വേർതിരിവ്. ഓക്കെ, അല്ല എല്ലാ സത്യവിശ്വാസികളും എന്താവില്ല, വലിയാവില്ല, ഔലിയാക്കളാവില്ല. അടുത്തത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്, വഹും റാക്കിഊൻ, റുക്കൂ ചെയ്യവേ സകാത്ത് കൊടുക്കുന്നു. അൽ വാവ് ഫീഹിലിൽ ഹാലി. ഓക്കെ, അത് ഹാലിനാണ് ആ വാവ്. വ എന്നുള്ളത് ഹാലായിരിക്കെ, റുക്കോ ആയിരിക്കെ. ഐ യഅലമൂന ദാലിക ഫി ഹാലി റുക്കോയി, അവർ റുക്കോയിലായിരിക്കെ ഇത് അവർക്കറിയും ഈ കാര്യങ്ങളൊക്കെ. വഹുവൽ ഖുശൂ, അഥവാ റുക്കോ എന്ന് പറയുന്നത് ഖുശൂ വൽ ഇഖ്ബാത്ത് വത്തവാലു ലില്ലാഹി ഇദാ സല്ലു വ ഇദാ സക്കൗ. ഓക്കെ, ഈ റുക്കു എന്നുള്ളത് കൊണ്ട് ഖുശൂ, ഇഖ്ബാത്ത്, തവാല് ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിനോട് തവാലു, അത്രയും ഖുശൂഓടെ പ്രവർത്തിക്കുക. ഇദാ സല്ലു വ ഇദാ സക്കു, അവർ സക്കാത്ത് കൊടുക്കുകയും നിസ്കരിക്കുകയും ചെയ്താൽ അവർക്ക് എന്തുണ്ടാവും? ഈ കാര്യങ്ങളുണ്ടാവും. ഓക്കെ, വക്കീല, ചിലർ പറയുന്ന വഹുവ, അത് എന്തല്ല. അപ്പോൾ ഇവർ പറഞ്ഞത്, ഈ അഭിപ്രായക്കാർ പറഞ്ഞത്, അവർ നമസ്കാരം നടത്തുകയും സക്കാത്ത് നിർവഹിക്കുകയൊക്കെ ചെയ്താൽ അവർക്ക് ആരാണ് അവരുടെ ഔലിയാക്കൾ എന്ന് അറിയും എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞ പോയിന്റിലേക്ക്, യുഅ്തൂന സക്കാത്ത എന്നുള്ളതാണ് ആ ഹാല്. അപ്പോൾ എങ്ങനെയായിരിക്കും അർത്ഥം? റുക്കോയിലായിരിക്കെ സക്കാത്ത് കൊടുക്കുന്നവർ. അത്ഭുതമാണ്, എങ്ങനെ റുക്കോയിലായിരിക്കെ സക്കാത്ത് കൊടുക്കുക? ഒരത്ഭുതവും വേണ്ട. അത് ബിമാഇന യുഅ്തൂനഹ ഫി ഹാലി റുകൂഇഹിം ഫി സ്വലാത്തിഹിം, യഥാർത്ഥത്തിൽ തന്നെ നിസ്കാരത്തിലായിരിക്കെ തന്നെ റുക്കോയിൻ്റെ അവസ്ഥയിൽ സക്കാത്ത് നൽകും. അതൊന്ന് വളരെ പ്രാധാന്യപൂർവ്വം അടിവരട്ട് മനസ്സിലാക്കിയോളി. ഫഇന്നഹാ നുസിലത് ഫി അലിയ്യിൻ കറമല്ലാഹു വജ്ഹഹു ഹീന സഅലഹു സായിലുൻ വഹുവ റാക്കിഉൻ ഫി സ്വലാത്തിഹി. അലി റളിയല്ലാഹു അൻഹുവിൽ പെർട്ടിക്കുലർലി ഇറങ്ങിയ ഒരു ആയത്താണ് ഇതെന്നാണ് പറയുന്നത്. യുഅ്തൂന സക്കാത്ത വഹും റാക്കിഊൻ എന്ന് പറയുന്നത്. അലി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, ഭിക്ഷ യാചിച്ചു. അദ്ദേഹം നിസ്കാരത്തിലായിരുന്നു, റുക്കൂയിലായിരുന്നു.
അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തതെന്നറിയോ? ഫത്വറഹലഹു ഖാതമഹു, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു മോതിരം ഉണ്ടായിരുന്നു, വിലപിടിപ്പുള്ളതായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു വിലയുണ്ടാവും. ആ മോതിരം എറിഞ്ഞു കൊടുത്തു. കാനലഹു മറജൻ ഫി ഖിൻസിരി, അദ്ദേഹത്തിൻ്റെ ആ വിരലിൽ അതിങ്ങനെ ടൈറ്റായിട്ട് കിടക്കല്ലായിരുന്നു, ഒന്നിങ്ങനെ അളകിയിട്ടായിരുന്നു കിടന്നിരുന്നത്. എന്താ വെച്ചാൽ അതൊക്കെ ഇങ്ങനെ തഹ്ക്കീക്കിന് വേണ്ടി പറയുന്നത് എന്താ വെച്ചാൽ, അപ്പോൾ അതിന് നിസ്കാരതാവൂലേ, വിരലനക്കിയാൽ എന്നല്ല, അതിന് ഒരുപാട് അനക്കങ്ങൾ ഉണ്ടാവൂലേ എന്നാണ്. വിരലനക്കിയ നിസ്കാരം പാത്തിലാവില്ലല്ലോ. നമ്മൾ പറയുന്നത് ഈ ടൈറ്റ് ആകുമ്പോൾ നല്ല ഇടങ്ങാറല്ലേ, മറ്റൊരു വിരലൊക്കെ കൊണ്ടുവന്നിട്ട്. ഇതങ്ങനെയല്ല, ഇത് വിരലിൽ ഇളകി കിടക്കായിരുന്നു, അത്ര ടൈറ്റ് ആയിരുന്നില്ല. ഫലം യതകല്ലഫ് ലിഖൽഇഹി കസീറ അമലിൻ തഫ്സുദു ബിമിസ്ലിഹി സലാത്തുഹു, അതുകൊണ്ട് ഫലം യതകല്ലഫ് ലിഖൽഇഹി, അദ്ദേഹം ബുദ്ധിമുട്ടിയില്ല ഈ മോതിരം ഊരാൻ വേണ്ടിയിട്ട്. കസീറ അമലി, നിസ്കാരത്തിൽ ഒരുപാട് അമലുകളെ അദ്ദേഹം എന്താക്കിയില്ല, കുളമാക്കിയില്ല. എങ്ങനത്തെ അമല്? നിസ്കാരത്തിലെ അമലല്ല, പുറത്തുള്ള അമല്. തഫ്സുദു ബിമിസ്ലിഹി സലാത്തു, കുറേ പ്രവർത്തനങ്ങൾ അല്ലേ, എക്സ്റ്റേണൽ ആയിട്ടുള്ള കുറേ പ്രവർത്തനങ്ങൾ വന്നാൽ നിസ്കാരം പാത്തിലാവുമല്ലോ. അങ്ങനത്തെ പ്രവർത്തനങ്ങളൊന്നും വേണ്ടി വന്നിരുന്നില്ല. മൂപ്പരെ കയ്യിലിങ്ങനെ അളകി കിടക്കായിരുന്നു, അതുകൊണ്ട് എറിഞ്ഞു കൊടുത്തു. അപ്പോൾ കാര്യം ഇതാണ്, യുത്തൂന സക്കാത്ത് വഹും റാക്കിയു എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാര്യത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾ ചോദിക്കും, എങ്ങനെ നടക്കുന്നത്? യുത്തൂന സക്കാത്ത്, യുത്തൂന ജംഇൻ്റെ സിഗയിലല്ല പറഞ്ഞത്, അലി റളിയല്ലാഹു അൻഹു ഒരാളല്ലേ ഉള്ളൂ. കൈഫ സഹ യകൂന ലി അലിയിൻ റളിയല്ലാഹു അൻഹു വല്ലഫ്ളു ലഫ്ളു ജമാഅ? ഖുൽതു ഉത്തരം, ജിഅ ബിഹി അലാ ലഫ്ളിൽ ജംഇ വഇൻ കാന സബബു ഫീഹി റജുലൻ വാഹിദ. ഇതിനുള്ള കാരണം, ഈ ആയത്തിറങ്ങാനുള്ള കാരണം ഒരാളാണെങ്കിലും ഇത് ജംഇൻ്റെ സീഗയിൽ കൊണ്ടുവരുന്നത് ലിയർഗബ അന്നാസു ഫീ മിത്ലി ഫിഅലിഹി ഫയനാലു മിത്ല സവാബിഹി, ആളുകൾക്ക് ഇതിലൊരു താല്പര്യം ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, താല്പര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ ഒരു പ്രതിഫലം അവർക്കും കിട്ടുമല്ലോ. വലിയുനബ്ബിഹ അലാ അന്ന സജിയത്തുൽ മുഅ്മിനീന യജിബു അൻ തകൂന അലാ ഹാദിഹിൽ ആയത്തി മിനൽ ഹിർസി അലൽ ബിർരി വൽ ഇഹ്സാൻ. മുഅ്മിനീങ്ങളുടെ ഒരു സജിയത്ത്, ഒരു തബീഅത്ത്, ഒരു പ്രകൃതം ഇങ്ങനെ ആയിരിക്കണം എന്ന് വ്യക്തമാക്കാൻ, അലാ ഹാദിഹിൽ ആയ, ഇത്രയും വേണം, മിനൽ ഹിർസി അലൽ ബിർരി വൽ ഇഹ്സാനി, നന്മ ചെയ്യുന്ന, ഗുണം ചെയ്യുന്ന കാര്യത്തിൽ അല്ലേ, അവർക്ക് നല്ല ഒരു ഹിർസ് വേണം, അമിത താല്പര്യം വേണം. വതഫഖുദിൽ ഫുഖറാക്കൾ അന്വേഷിക്കുന്ന കാര്യത്തിൽ. ഹത്ത ഇൻ ലസ്സഹും അംറുൻ, അവരൊരു കാര്യം അങ്ങോട്ട് പിടികൂടിയാൽ ലാ യഖ്ബലു തഅഖീറ, പിന്നെ അവർ പിന്തിക്കാൻ നിൽക്കൂല, ഇനി നിസ്കാരം കഴിഞ്ഞിട്ട് കൊടുക്കുക എന്നങ്ങനെ പിന്തിപ്പിക്കാൻ നിൽക്കൂല. വഹും ഫി സ്വലാത്തി ലം യുഅഖിറുഹു ഇലൽ ഫറാഗി മിൻഹു, അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ പിന്നെ നിസ്കാരത്തിലാണെങ്കിൽ ആ നിസ്കാരം കഴിയട്ടെ എന്ന് കാത്തു നിൽക്കൂല, അപ്പോൾ തന്നെ കൊടുക്കും. അതാണ് ഒരു സത്യവിശ്വാസി എന്നാണ് അള്ളാഹു പറയുന്നത്. ഇനി അതിൻ്റെ ബാക്കി തന്നെ പറയാണ്, വമയ്യതവല്ലല്ലാഹ വറസൂലഹു വല്ലദീന ആമനു ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ. അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും സത്യവിശ്വാസികളെയും ആരൊക്കെ രക്ഷാകർത്തൃക്കളാക്കിയോ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് വേറൊന്നാണ്. സംഗതി ലിംനിയായിട്ടൊന്നു തന്നെയാണ്, പക്ഷെ കേൾക്കുന്നവർക്ക് വാജ്യാർത്ഥത്തിൽ നോക്കൂ. അങ്ങനെ രക്ഷാകർത്താക്കളാക്കുന്നവർ അള്ളാഹുവിൻ്റെ വിഭാഗമാണ്, അതിജയിക്കുന്ന ആളുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടും രണ്ടാണോ ഒന്ന് നോക്കാം. ഫഇന്ന ഹിസ്ബല്ലാഹി എന്ന് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹുവിൻ്റെ സംഘം, മിൻ ഇഖാമത്തില്ലാഹി മുഖാമൽ മുൾമരി, ലമീർ അവിടെ മുൾമർ എന്നാണ് അല്ലേ, ഫഇന്നഹും അൽ ഗാലിബൂൻ എന്നാണ് പറയേണ്ടത്. അങ്ങനെയല്ലേ, അള്ളാഹുവിനെ രക്ഷാകർത്താക്കളാക്കുന്നവർ, അവൻ്റെ ദൂതരെ രക്ഷാകർത്താക്കളാക്കുന്നവർ, സത്യവിശ്വാസികളെ രക്ഷാകർത്താക്കളാക്കുന്നവർ, ഫഇന്നഹും അവർ അൽ ഗാലിബൂൻ അതിജയിക്കുന്നു എന്നല്ല പറയേണ്ടത്. പക്ഷെ ഇവിടെ ലാഹിർ തന്നെ കൊണ്ടുവന്നു ലമീറിൻ്റെ സ്ഥാനത്ത്. ഫഇന്നഹും ഹുമുൽ ഗാലിബൂൻ എന്നാണ് ശരിക്ക് അർത്ഥം. വലാകിന്നഹും ബിദാലിക ജുഇലു അഅലാമൻ ലികൗനിഹിം ഹിസ്ബല്ലാഹ്. പക്ഷേ ഇവരിങ്ങനെയൊക്കെ ആയതുകൊണ്ട് അവർക്ക് ഒരു അടയാളം വന്നു, അവരൊരു ഐക്കണായി മാറി. അഅലാം എന്ന് പറഞ്ഞു, അഥവാ എന്താണ് ഐക്കൺ? അവർ അള്ളാഹുവിൻ്റെ ഹിസ്ബാണ്. അസ്ലുൽ ഹിസ്ബി, ഹിസ്ബ് എന്ന് പറഞ്ഞാൽ, പാർട്ടി എന്ന് പറഞ്ഞാൽ അൽ ഖൗമു യജ്തമിഊന ലി അംരിൻ ഹസബഹും, അവരെ ബാധിക്കുന്ന ഒരു കാര്യത്തിൽ ഒരുമിച്ച് കൂടുന്ന ആളുകളാണ്. വയഹ്തമിലു അൻ യുരീദ ബി ഹിസ്ബല്ലാഹ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് അർ റസൂല വൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെയും റസൂലിനെയും ആയിരിക്കാം. വയകൂനുൽ മഅന, അപ്പോൾ അർത്ഥം എന്തായിരിക്കും? വമൻ യതവല്ലഹും ഫഖദ് തവല്ല ഹിസ്ബല്ലാഹ് വഅതലദ മിമൻ ലാ യുഗാലബു. അപ്പോൾ ആരെങ്കിലും ഇവരെ പിന്തുടർന്നാൽ, അല്ലെങ്കിൽ ഇവരെ രക്ഷാകർത്താക്കളാക്കിയാൽ, അവർ രക്ഷാകർത്താക്കളാക്കിയിരിക്കുന്ന അള്ളാഹുവിൻ്റെ പാർട്ടിയെയാണ്. പിന്നെ വഅതലദ മിമൻ ലാ യുഗാലബു, ഒരിക്കലും അതിജയിക്കപ്പെടാത്ത, തോൽപ്പിക്കപ്പെടാത്ത ആളുകളോടാണ് അവർ എഅ്തിലാദ്, കൂടിച്ചേർന്നിരിക്കുന്നത്, ഉൾച്ചേർന്നിരിക്കുന്നത്, പിന്നാലെ കൂടിയിട്ടുള്ളത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.